Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അമ്പരിമോളെ എന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? ചിരിക്കുന്നേ മതിയോ? അല്ലടി പെണ്ണെ, നിനക്കിതെന്താ പറ്റിയേ? നീ പൊതുവെ ഇങ്ങനെയൊന്നല്ലല്ലോ. അതും പുറത്തേക്കൊക്കെ പോവാന്ന് പറഞ്ഞ എന്നെക്കാട്ടും മുന്നേ പോയി ഒരുങ്ങാൻ നിൽക്കണതാണല്ലോ. ഇന്നെന്തേ ആ കൂടെ ഡള്ളായിട്ടിരിക്കുന്നേ? എന്തു പറ്റി? രാവിലെ തന്നെ അമ്മനേറ്റ് എന്തൊരു വഴക്കുണ്ടാക്കിയോ? ഹേയ്, ഒന്നുമില്ല ചേച്ചി, ചെറിയൊരു തലവേദന. അതാ. എന്നാ ഫോട്ടോ എടുത്ത് കഴിഞ്ഞെങ്കി വാ, പോവാന്നേ. നിക്ക് ഫോട്ടോ ഒന്നും പോലെ നല്ലത് കിട്ടിയില്ല. ഒന്നും കൂടെ ചിരിക്കേ. മതിയോ? പെർഫെക്റ്റ്, ഇതന്നെ ധാരാളാ. മക്കളെ, ഫോട്ടോ എടുക്കുവായിരുന്നോ? ആ അമ്മേ, അമ്മയും കൂടെ വാ, ഒരു ഫോട്ടോ എടുക്കാന്നേ. വരുന്നേ. ചിരിക്കമ്മേ, അമ്മ ഇവളെക്കാട്ട് കഷ്ടമാണല്ലോ. മതിയാ? ഓ മതി. മീനാണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പൈങ്കിളിയും മണിക്കുട്ടൻ ചേട്ടനും വന്നിട്ടുണ്ടാവും. തമ്പുരു, എന്താണ് ചേച്ചി? അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? പൈങ്കിളി അല്ല, പൈങ്കിളി വരുന്നുണ്ടോ? പിന്നെ മീനാണ്ടി വരുമ്പം പൈങ്കിളി വരാണ്ടിരിക്കോ? അവളും മണിക്കുട്ടൻ ചേട്ടനും വരുന്നുണ്ടെന്നേ. മണിക്കുട്ടൻ എന്തിന്? അല്ല, അവനിന്ന് കോളേജില്ലേ? അത് ശരി, അപ്പോ ചേച്ചിക്ക് കോളേജില്ലേ? എനിക്ക് കോളേജ് ഉണ്ട്. പക്ഷെ നീ ലീവായിരിക്കുമ്പം, അല്ല, അമ്മ രണ്ടുപേരോടും കൂടി ലീവാക്കാൻ പറഞ്ഞേ. നീ പോകുമ്പം ഞാൻ വരണ്ടേ? ആ, അതേപോലെ പൈങ്കിളി വരുമ്പം മണിക്കുട്ടൻ ചേട്ടന് വരണ്ടായോ? അതുകൊണ്ടാ അവരും വന്നേ. അല്ല, മണിക്കുട്ടൻ ചേട്ടൻ വന്നേല് ചേച്ചിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? വിരോധോ? എന്ത് വിരോധം? എനിക്കെന്ത് വിരോധം? എനിക്ക് ആര് വന്നാലും വിരോധമില്ല, വന്നില്ലെങ്കിലില്ല. കണ്ടാലും തോന്നും. എന്ത്? അതെ, വിരോധം ഇല്ലെന്ന്. ഓ, അങ്ങനെ. ഇനി എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വാ. അത് നീ ചെല്ല്. ഞാനേ എന്റെ ബാഗൊക്കെ എടുക്കാനുണ്ട്. അതൊക്കെ എടുത്തിട്ട്. ബാഗ് എടുക്കാനോ? അല്ല, അമ്പലത്തിലേക്ക് തന്നെയല്ലേ വരുന്നേ, അല്ലാതെ ട്രിപ്പ് ഒന്നുമില്ലല്ലോ. ഓ, അത് പിന്നെ എന്റെ ബാഗില് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം എടുക്കാനുണ്ട്. അതുകൊണ്ടാ. നീ ചെല്ല്, ഞാൻ വന്നോളാം. നടക്കട്ടെ. എന്തായി പൈങ്കിളി, അവിടെ എത്തിയോ? ആരാ? കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ടാ. അവളെ ചോദിക്കായിരുന്നു തമ്പുരിന്റെ വീട്ടിലെത്തിയോന്ന്. എന്തേ നീ വരുന്നില്ലേ? സംസാരിച്ചോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് ചേട്ടൻ ചെല്ലേ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് വരാട്ടോ. അകത്തേക്ക് കയറല്ലേ, ചിലപ്പം റേഞ്ച് കിട്ടത്തില്ല. അതാ ചേട്ടൻ ചെല്ലേ. എന്തേ പൈങ്കിളി, മണിക്കുട്ടനുണ്ടോ? ഈ ചേട്ടന്റെ ഒരു കാര്യം എന്തായാലും വേണ്ടില്ല. നീ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ലെന്ന് സങ്കടപ്പെടുന്നു വേണ്ട. ഞാനിവിടെ എത്തിയല്ലോ, ഞാൻ നോക്കിക്കോളാം. എന്തായാലും അമ്പലത്തിൽ വരുമ്പം അവളും ഉണ്ടാവണം കേട്ടോ. അതൊക്കെ ഉണ്ടാവും ബ്രോ, യു ഡോണ്ട് വറി. ബ്രോയോ? ബ്രോ അല്ലേട്ടാ, ബ്രോക്ലീന. അവളെ പേര് ബ്രോക്ലീനാണ്. ഞങ്ങള് ചെല്ലത്തോടെ ബ്രോ എന്നാ വിളിക്കല്. അതാ. ഇവനെന്തെങ്ങനെ നോക്കുന്നേ? ഒത്തില്ലേ? വിശ്വാസായില്ലേ? അല്ലേലും ഈ ഇടയായിട്ട് ഏട്ടൻ ഇങ്ങനെ തന്നെയാ. വേണമെങ്കിൽ ഏട്ടൻ സംസാരിച്ചോക്ക്. ഇന്നാ ഫോൺ പിടിക്കേ. പൈങ്കിളി, മണിക്കുട്ടൻ ചേട്ടാ. നല്ല ടൈമിങ്. അല്ല, എന്താ രണ്ടുപേരും പുറത്തന്നെ നിൽക്കുന്നേ? അകത്തോട്ട് വാ. തമ്പുരു, അപ്പൊ നീ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ? പിന്നെ വരാണ്ട്. നീ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് വന്നതാ. അല്ല, നീയും അമ്പലത്തിലേക്കില്ലേ? പിന്നെ നീ ഉള്ളിടത്ത് ഞാൻ ഇല്ലാണ്ടിരിക്കോ? തമ്പുരു എവിടെ ഉണ്ടോ അവിടെ പൈങ്കിളിയും കാണുമല്ലോ. അല്ല മണിക്കുട്ടൻ ചേട്ടാ, എന്തെങ്കിലും പുറത്ത് നിൽക്കുന്നേ? വാന്നേ. അത് പിന്നെ ഞാൻ വരാം, നിങ്ങൾ ചെല്ലേ. എനിക്ക് ഒരു കോൾ ചെയ്യാനുണ്ടായിരുന്നു. അകത്ത് ചെന്ന റേഞ്ച് കിട്ടത്തില്ലെന്ന് പൈങ്കിളിയാ പറഞ്ഞേ. അപ്പൊ ഞാൻ കോൾ ചെയ്തിട്ട് വരാം, നിങ്ങൾ ചെല്ലേ. അതെന്താ റേഞ്ച് കിട്ടായ്മ? ഞങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതെ, നിന്റേത് 5G ആയോണ്ടിരിക്കും. ഞങ്ങളൊക്കെ 4G ആ. എന്താന്നടി പറയുന്നേ? എന്റെ 4G എന്നല്ലേ? എന്നാ നിന്റെ എയർടെൽ ആയോണ്ടിരിക്കും. ഞങ്ങളതെ ഐഡിയ, അതുകൊണ്ടാ. അതിന് എന്റേതും ഇവളെത്തി. എടി ചേട്ടൻ സംസാരിച്ചിട്ട് വന്നോളും, നീ വാന്നേ. നിങ്ങൾ ചെല്ലേ, ഞാൻ വരാം. ഒന്നുമില്ല ചേട്ടാ, തമ്പുരു വരുന്നുണ്ടെന്നുള്ള കാര്യം ഗൗതമ ബ്രോനെ എങ്ങനെ വിളിച്ചറിയിക്കാനാ? വിളിച്ചാ എന്തെങ്കിലും കണ്ടുപിടിക്കും. എവിടെങ്കിലും മാറി നിന്ന് ഒരു ടെക്സ്റ്റ് അയക്കാം.
പൈങ്കിളി എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ഇനിയിപ്പോ തമ്പുരങ്ങാനം അറിഞ്ഞു കാണുമോ ഞാൻ വിളിച്ചത്? ഹേയ്, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. പൈങ്കിളി അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കപ്പെടത്തില്ല. ഹലോ, നീ എവിടെയാ? ഞാന് വീട്ടിലുണ്ടടാ. എന്തേ, എന്തു പറ്റി? ആണോ? ഞാനതേ അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി നിക്കുവാ. നീ എന്തായാലും അങ്ങോട്ടേക്ക് വരില്ലേ? ആ, പിന്നെ വരാണ്ട്. നീ പറഞ്ഞിട്ട് ഞാന് വരാണ്ടിരിക്കോ? എന്തായാലും വരാം. അല്ല, ഋഷിന്റെ കാര്യം എന്തായി? വേറെ എന്താവാൻ, അവനാണെങ്കിൽ ഊണിൽ ഉറക്കത്തിലും രുദ്ര 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 എന്നെ. അതാ പറഞ്ഞേ, അമ്പലത്തില് എന്തായാലും ഉണ്ണിമോള് വരാണ്ടിരിക്കത്തില്ലല്ലോ. അവിടെ വെച്ച് എന്തെങ്കിലും പറഞ്ഞ് ഋഷിനെ കാണാൻ കൊണ്ടേ പറ്റൂ. നീ വേണം അത്. അതൊക്കെ ഞാൻ ഏറ്റുമച്ചാ, നമുക്ക് അതൊക്കെ സെറ്റാക്കാന്നേ. അല്ല, അമ്പലത്തിലെ ആരൊക്കെ വരുന്നേ? അത് ഞാനും അമ്മയും പൈങ്കിളിയും. നിങ്ങൾ എന്തായാലും ഉണ്ടാവുന്ന എനിക്കറിയാലോ. അല്ല, അല്ലാതെ വേറെ ആരൊക്കെയാ? അത് നന്ദിനി ആന്റിയും ശ്രീകുട്ടനും വീണയും പിന്നെ തമ്പുരു. അല്ല, കാന്താരി വരുന്നുണ്ടോ? കാന്താരിയോ? ഗൗതം, എന്തോന്നത്? ഹലോ, ലൈനിൽ തന്നെ ഇല്ലേ? ആടാ, അതെ, ഇവിടെ കുറച്ച് റേഞ്ചിന് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടേ നീ എന്തായാലും അമ്പലത്തിലെത്തിട്ട് വിളിക്ക്. ഞാനും ചേച്ചിയും മോളൊക്കെ ഇവിടെ ഇറങ്ങാൻ വേണ്ടി നിക്കുവാ. ആഹാ, അപ്പോ അവര് വരുന്നുണ്ടോ? ആ, അതെടാ, ചേച്ചിക്ക് എന്തോ വഴിപാടുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ കൂടെ കൂട്ടി. അതാവുമ്പം ചേച്ചിക്ക് ചേച്ചിന്റെ വഴിപാട് നോക്കാം. എനിക്ക് അതായത് നമുക്ക് നമ്മളെ പ്ലാൻ നോക്കാലോ. അതാ, എന്നാ ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാട്ടോ. ആ, ശരിടാ. പിന്നെ ഈ കാര്യത്തിനെ പറ്റി തൽക്കാലം ആരോടും പറയണ്ടട്ടോ. ഹേയ്, ഇല്ല മച്ചാ. അപ്പൊ ഓക്കെ, വെക്കാട്ടോ. മറക്കാണ്ട് ടൈമിന് വന്നേക്ക്. ഓക്കെ മച്ചാ. കാന്താരി, ഐ എം കമ്മിങ്. എടുത്തോടാ. ആടേ, അതെ. യോയോ കാണിക്കണോ പൊന്നെ? ദേ ഇപ്പൊ കാണിക്കട്ടോ. ദേ എടാ, ഇങ്ങനെ കൂടെ ഒരു ഫോട്ടോ എടുത്തേ. ഓ, ഇവളെ കൊണ്ട്. ദേ, ഇത് ലാസ്റ്റ് ഫോട്ടോ കേട്ടോ. ഇനി അടുത്തെടുത്തില്ലേ പറഞ്ഞേക്കാം. നോക്കട്ടെ, ഫോട്ടോ ഒക്കെ രസമുണ്ടോന്ന്? അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ കാണാം. നീ ഇപ്പൊ ഒന്ന് വന്നേ, സമയാവുന്നേ. ഓ, ഇവന്റെ ഒരു കാര്യം. അല്ല, അവള് ഇടിയൊന്ന് പോതുക്കോ. അല്ല, അവള് വന്നോ? വരുന്നുണ്ടെന്ന് പറഞ്ഞോ? ആ, അതൊക്കെ അവൾ എത്തിക്കോളും. നമ്മള് പോവേണ്ട താമസം. അല്ല, നീ കാര്യത്തിനെ പറ്റി അളയനോട്. ഹേയ്, ഇല്ലടാ, നീ പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളേ? ആന്ന് പറഞ്ഞിട്ടില്ല. ഹാ, വലിയ ഉപകാരം. അല്ല, അളയൻ എന്തേ രാവിലെ തന്നെ സ്റ്റേഷനിൽ പോയോ? അതെടാ, എന്തോ കേസിന്റെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ തന്നെ സ്റ്റേഷനിൽ പോയതാ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പോവാൻ പറ്റുമായിരുന്നോ? നീനിപ്പോ സംസാരിച്ച സമയം കളയണ്ട, വേഗം പോരെ. അമ്മ വരാൻ എന്തായാലും വൈകുന്നേരം ആവും. നമ്മളൊരു ഉച്ചയാകുമ്പത്തേക്കും ഇവിടെ എത്തുമല്ലോ. ആ, നോക്കാം. അയ്യടാ, ഒരു നോക്കലില്ല. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് വേണം ഒന്ന് ഐറനെ കൂട്ടി അവളെ സ്കൂൾ വരെ ഒന്ന് പോവാനേ. മര്യാദയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടാക്കിക്കൊണ്ടേ. ഓ, ശരി ശരി, നീ ഇപ്പൊ ഒന്ന് വന്നേ. ആ, ബെസ്റ്റ്. അച്ഛ പൊന്നെ, സുന്ദരി ആയിക്കണല്ലോ. അല്ല, ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ട് എങ്ങോട്ടാ? ഓ, കയ്യെന്ന് പോയി. കിണ്ടർ ജോയ് ചതിച്ചല്ലോ. ആഹാ, അമ്പലത്തിൽ പോവാനോ? എന്നിട്ട് അച്ഛ പൊന്നെ അച്ഛനോട് പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്ന് തീരുമാനിച്ചതാ. ഓ, അത് ശരി. അല്ല, എന്താ പതിവില്ലാതെ അമ്പലത്തിലോട്ട്? അതും ചേച്ചിയും ആനേനൊക്കെ ഒരുങ്ങി നിക്കുന്നുണ്ടല്ലോ. എന്തൊരു ഉത്സവം ഉണ്ടോ? അത് ഉത്സവമല്ല, എന്റെ ഫ്രണ്ടിന്റെ മോളെ കാതുകുത്താ. അത് പെട്ടെന്ന് അവള് വിളിച്ചേ. അതാ, എന്തായാലും ഏട്ടന് സ്റ്റേഷനിൽ പോയതല്ലേ, ഒറ്റയ്ക്ക് പോണ്ടല്ലോ എന്ന് കരുതിട്ടാ പൊന്നുനെ വിളിച്ചേ. അപ്പൊ ഇറങ്ങാൻ നിൽക്കുമ്പോഴാ ഏട്ടൻ വന്ന്. അതാ, എന്തായാലും ഏട്ടൻ വന്ന സ്ഥിതിക്ക് റെസ്റ്റ് എടുക്ക്. ഞങ്ങള് പോയിട്ട് ഇപ്പൊ വരാം. അതെങ്ങനെ ചിന്നോ? ഞാനില്ലാതെ പോയാ അതെങ്ങനെ ശരിയാവും? നിക്ക് ഒരു 5 മിനിറ്റ്സ്, ഞാനും കൂടെ റെഡി ആയിട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാന്നേ. അല്ലേലും ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് കൊറേ ആയല്ലോ. അതൊക്കെ എപ്പോ വേണമെങ്കിലും പോവാലോ അളിയാ. ആളേന് ഇവിടെ തന്നെയല്ലേ ഉള്ളത്. അതന്നെ, അതൊക്കെ എപ്പോ വേണമെങ്കിലും പോവാം. ഇതങ്ങനെയല്ല, ഞങ്ങളെ കാത്തൊന്നും ഫംഗ്ഷൻ നിൽക്കത്തില്ല. ഞാൻ പോയില്ലെങ്കിൽ അവള് പിണങ്ങും. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം പോവാം. ഏട്ടനെ കൂട്ടി പിന്നെ ഒരു ദിവസം അമ്പലത്തിൽ പോവാം. ഓക്കെ? ഏട്ടനെ സ്റ്റേഷനിൽ വന്നതല്ലേ, ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റ് എടുക്ക്. ഓക്കെ? എങ്ങോട്ട് ഇത്രയ്ക്കും ധൃതി? നിക്ക്, ഞാന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നല്ലേ ലേറ്റ് ആവത്തുള്ളൂ. ഇങ്ങനെ തന്നെ വരാന്നേ.
ഓ ഇയാളത് വിടുന്ന മട്ടില്ലല്ലോ. നല്ല രസമായിരിക്കും. അതൊന്നും വേണ്ട. ഈ യൂണിഫോത്തിലൊക്കെ വന്ന അവരെന്താ വിചാരിക്കുക? അയ്യേന്നോ, ഞാനേ ഒരു പോലീസാ. അപ്പോ ഈ യൂണിഫോത്തിൽ വന്നാ എന്ത് കുഴപ്പം? അതൊന്നും ഒരു കുഴപ്പമില്ല. നീ ഇപ്പോ വരാൻ നോക്ക്. അതൊന്നും വേണ്ട. ഇങ്ങനെ യൂണിഫോത്തിലൊക്കെ വരുമ്പോ അവരെന്താ വിചാരിക്കുക? ഒരു ഫാമിലി ഫംഗ്ഷൻ അല്ലേ, ഇങ്ങനെ യൂണിഫോത്തിലൊക്കെ വന്നാൽ എങ്ങനെ? അതൊന്നും ശരിയാത്തില്ല. ഏട്ടന് വന്ന സ്ഥിതിക്ക് റെസ്റ്റ് എടുക്ക്. ഞങ്ങള് പോയിട്ട് ഇപ്പൊ വരാം. വാ. ആ വരുന്ന ചേച്ചി. അളിയാ റെസ്റ്റ് എടുക്കട്ടോ, ഞങ്ങള് പോയിട്ട് ഇപ്പൊ വരാം. എന്തോ കാര്യായിട്ടുണ്ട്. അളിയാ ഓവർ ആലോചിച്ചേ തല പുണ്ണാക്കണ്ട. ഞങ്ങള് പോയിട്ട് വരേ. അമ്മേ തമ്പരോ. പൂവേ കാതൽ പൂക്കും പൂവേ സാരൽ വീസീരം என்னை கொஞ்சம் மழையில் உன் வாசம் கெஞ்சும் நெஞ்சம் உன்னை கெஞ்சும் புலரும் காலை வேண்டாம் இரவின் குளிரை என்னை கொல்லாதே செல் செல் அவளுடன் செல் என்றே கால்கள் சொல்லுதா. ഹലോ. അത് പിന്നെ എന്താ പറ്റി? എന്തേ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിക്കുന്നേ? സ്റ്റക്കായിട്ട് നിന്നിക്കേ. ആര് വഴിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാ എങ്ങനെ പോവാനാ? അതാ വേറൊന്നല്ല. ഓഹോ ആയിക്കോട്ടെ. അല്ല അമ്മ എവിടെ? ആന്റി കിച്ചണിലുണ്ട്. അവര് പോവാൻ വേണ്ടി എന്തൊക്കെയോ എടുത്തു വെക്കിയ. ഓ അത് ശരി. അല്ല ഇന്നെന്തേ കോളേജിൽ പോവാഞ്ഞേ? അത് പിന്നെ എന്തേ നിനക്കറിയില്ലേ? അറിയാ. അല്ല ചോദിക്കാ, അമ്പലത്തിൽ പോവാൻ വേണ്ടി തന്നെയാണോ ലീവ് ആക്കിയെന്ന്. അല്ല പൊതുവെ ഇങ്ങനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എങ്ങനൊന്നല്ലല്ലോന്ന്? അതായത് അമ്പലം, ഭക്തി, പൂജ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളല്ലേ, അതുകൊണ്ടാ ചോദിച്ചേ. അത് പിന്നെ അമ്മയും പൈങ്കിലൊക്കെ പോകുമ്പോ പിന്നെ അവർക്ക് കൂട്ടായിട്ട് ഞാൻ പോകണ്ടിരുന്നല്ലോ. എങ്ങനെ? ഒന്നാമത് അച്ഛന് നാട്ടിലില്ല, അതുകൊണ്ടാണല്ലോ അല്ലേ. വെറുതെ ചോദിച്ചതാ. എന്നാ ചെല്ലേ, കിച്ചണില് ആന്റി ഉണ്ട്, പോയി നോക്ക്. വേണ്ട, ഞാന് കൊലായിലിരിക്കണ്ടാവും. അവരോട് റെഡി ആണെങ്കി ഒന്ന് വരാൻ പറയേ. ഓക്കെ ഓക്കെ. എനിവേ സെയിം പിച്ച്. 5 minutes later. ശ്രീകുട്ടാ ദേ ഇങ്ങോട്ട് വരണേ. എന്തായി നന്ദിനി, എല്ലാം റെഡി ആയോ? ഏകദേശം എല്ലാം കഴിഞ്ഞു മിനി. ഇനി പൂജാരി വരേണ്ട താമസേ ഉള്ളൂ. അല്ല ചുറ്റൊന്നും ആരെ കാണില്ലല്ലോ, വന്നു തുടങ്ങിയില്ലെന്ന് തോന്നുന്നേ അല്ലേ? അതെ നന്ദിനി, ബാക്കിലേക്ക് അങ്ങനെ ആരും വരില്ലല്ലോ. ഫ്രണ്ടില് ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ കാണാനായിട്ടായിരിക്കുന്നേ. അത് ശരി. അല്ല ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും ടൈം പിടിക്കോ? ഹേയ് അതിന് മാത്രമൊന്നുമില്ലല്ലോ, ഒരു ഉച്ചക്കാവാൻ മതിയാവും. നമുക്ക് ഇത് കഴിഞ്ഞാലേ നേരെ ആ ചെറിയ അമ്പലല്ലേ അവിടെയും കൂടെ ഒന്ന് പോവാട്ടോ. കൊറേ ആയില്ലേ. ഞാനും മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അതെ അതെ. അല്ല ശ്രീകുട്ടനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചേക്കുന്നേ. അല്ല ഈ വരുമ്പോ നെയ്യ് വാങ്ങാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ? ഞാനാണെങ്കിൽ വിട്ടും പോയി. അതാ നെയ്യ് വാങ്ങാൻ വേണ്ടി പറഞ്ഞു അയച്ചതാ. എന്നാ പിന്നെ മണിക്കുട്ടനോട് പറഞ്ഞൂടായിരുന്നോ? അവന്റെ കയ്യിൽ വണ്ടി ഉണ്ടല്ലോ. മണിക്കുട്ടന് കൂടെ തന്നെ പോയത്. ഓ അത് ശരി. അല്ല അപ്പൊ ഫ്രണ്ടില് പിള്ളേർ ഒറ്റയ്ക്കായിരിക്കുമല്ലേ? എന്നാ നമുക്ക് പൂജാരിയും ബാക്കിയുള്ളവരൊക്കെ വരുന്നവരെ അവിടെ കുറച്ചേരം പോയി നിക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ പിള്ളേരെ എടുത്ത് നിന്നോ. ഞാനേ കുറച്ച് ചുള്ളിക്കമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടാൻ വേണ്ടി പറഞ്ഞായിരുന്നു, അതൊന്ന് എടുത്ത് വെച്ചാട്ടെ. അല്ല പൊങ്കാലയ്ക്കുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ റെഡി അല്ലേ? ഓ എല്ലാം റെഡിയാ. ഇനിയിപ്പോ നെയ്യും പിന്നെ ആൾക്കാരും വരേണ്ടത് മാത്രം ബാലൻസ്. എന്നായിക്കോട്ടെ, ഞാനൊന്ന് ഒരിറ്റു പോയി പിള്ളേരെ നോക്കി വരാട്ടോ. ശരിടേ. ചേടാ എന്താണിത്, ഇത്ര നേരമായിട്ടും ഗോതമ്പ് ബ്രൗണ് കണ്ടില്ലല്ലോ. ഉണ്ണിമോളാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്താവോ എന്തോ. എന്താണ് പെണ്ണേ, കൊറേ നേരമല്ലോ എന്തോ കിടന്ന് ആലോചിക്കുന്നേ. എന്തേ എന്താ പറ്റി? അല്ല ഉണ്ണിമോൾ ഇതുവരെയായിട്ടും വന്നില്ലല്ലോ, അതാ നോക്കുവായിരുന്നു. ഓ കാവ്യാന്റെ ഇല്ലാത്തോണ്ടേ അവള് നന്ദുവിനെ കൂട്ടിട്ട് വേണം വരാന്, അതാ വൈകുന്നേ. ഓ അത് ശരി. എന്തായാലും വരുമല്ലോ അല്ലേ? പിന്നെ വേറാണ്ട് അവിടെ പോവാനേ. ഗോതമ്പ് ബ്രോ എന്താ ബ്രോ അവിടെ നിന്നേ? ഇങ്ങോട്ട് വാന്നേ. ഓ ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയേക്കുന്നേ? എന്താണ് എന്റെ
നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്താ കുട്ടി, നിന്റെ മാമിക്ക് മൈൻഡ് ഇല്ലല്ലോ. അയറെങ്ങനെ വിളിക്കുമ്പം മൈൻഡ് ആക്കാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങോട്ടേക്ക് തിരിഞ്ഞ ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ പിണക്കോ? എന്ത് പിണക്കം? അതും എന്റെ അയറക്കുട്ടിനോടോ? അപ്പോ പിണക്കൊക്കെ പോയോ? ഞാൻ സംസാരിച്ചതേ അയറനോടാ, അയറനോട് മാത്രം. പാവം മ്യാമൻ. ഇനി മാമിനെ എങ്ങനെ സമാധാനപ്പെടുത്തു എന്തോ.